ലോകിനി മന്ദസ്മിതശ്രീമുഖി ഹസയാശ്രീ സുമധുരം സങ്കീർത്തനാലാപനി ശാന്തി ആനന്ദവികാമേശ്വരി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം വന്ദേ ഗുരുപരമ്പരാ സുവിസ്മൃതി പുരാണാനാം ഭഗവത്പാദം ശങ്കരം യോഗസംഗം ശങ്കരം ശങ്കരാചാര്യം സുപ്രഭാഷ്യഗതോ വന്ദേ ഐശ്വരോ ഗുരുരാജ്ഞേ മൂർത്തിഭേദവിഭാഗം ഭഗവാൻ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് വൃതാനുപനിഷം 4-ാം ബ്രാഹ്മണം ഭാഷ്യം. ബ്രഹ്മണി സാധകത്വകൽപ്പന അസ്മദാദിശിവ അപേശ്വല തദാത്മാനമേവ വൈ തസ്മാശ്രമം ഭവത് ഇത് ചെയ്ത്. ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടല്ല, അഹം വേറെ ബ്രഹ്മം വേറെ. അത് ഒന്നാണ്, അഭേദമാണ്, ഏകമാണ്. അതിലാണോ? അതെങ്ങനെ ശരിയാകും? അവിടെ അഭേദമാണോ? അതിനെ നിഷേധിച്ചു. ഇതെല്ലാം ബ്രഹ്മമെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധകൻ, സാധ്യം, ഗുരു, ശിഷ്യൻ, ശ്രവണം, ശാസ്ത്രം, ഇതെല്ലാം ഇവിടെ എല്ലാത്തിനെയും നിഷേധിക്കില്ലേ? അതാണ് ബ്രഹ്മണി സാധകത്വ കൽപ്പന അസ്മദാദിശിവ അപേശ്വല. ശാസ്ത്ര ഉപാലംഭ എന്താണത്? നഹി അസ്മത് കൽപ്പനയും ശാസ്ത്രകൃതാതു തസ്മാ ശാസ്ത്രസ്യ ഉപാലംഭ. ഇവിടെയാണ് ഭാഷ്യകാരന്റെ മറ്റൊരു സവിശേഷത പറയുന്നു. ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള കാര്യത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്തത്? ശ്രുതിവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. അല്ലാതെ ഭാഷ്യകാരൻ പറഞ്ഞില്ല ഞാൻ ബ്രഹ്മമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് സ്വീകരിക്കണം, ഞാൻ ബ്രഹ്മമാണ്. തന്റെ ജ്ഞാനമായിട്ടോ അല്ലെങ്കിൽ തന്റെ മഹത്വമായിട്ടോ ഒന്നുമല്ല ഈ സിദ്ധാന്തത്തെ പറയുന്നു, അദ്വൈതത്തെ. അങ്ങനെ ഭാഷ്യകാരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വ്യക്തിനിഷ്ഠമായിട്ട് ഇതിനെ ഭാഷ്യത്തിൽ ഒരിടത്തും അവതരിപ്പിക്കുന്നതിന് ഇതിവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇവിടെ വന്ന സംശയം ഇതാണ്, അങ്ങനെ നിങ്ങൾ ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞു, അത് അവിടെ എല്ലാം അവസാനിച്ചല്ലോ. പിന്നെ സാധനയില്ല, സാധകനില്ല, അങ്ങനെ വരും. അത് ഒരു ശോഭനമായ കാര്യമല്ല. സർവത്തെ നിഷേധിക്കുക, ബ്രഹ്മം എന്ന് പറഞ്ഞ ഒന്നിനെ ഒരു ശബ്ദം പറഞ്ഞിട്ട് അതങ്ങനെ യോജിക്കും. അത് ശരിയല്ല എന്ന് വരും പറയാണ്. ശാസ്ത്ര ഉപാലംഭാത്, അത് ശാസ്ത്രനിന്ദയാണ് നിങ്ങൾ പറയുന്നത്. സിദ്ധാന്തി പറയുന്നു നിങ്ങൾ പറയുന്നത് ശാസ്ത്രനിന്ദയാണ്. അതായത് എന്നെ നിന്ദിക്കുകയല്ല എന്നർത്ഥം. പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നു.
അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ശാസ്ത്രം പറഞ്ഞാണ്. എന്തുകൊണ്ട്? നഹി അസ്മത് കൽപ്പനേയം, ഇതെന്റെ പറച്ചിലൊന്നുമല്ല. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു, സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുകയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ശാസ്ത്രകൃതാത്തത്, മറിച്ച് ഇത് ശാസ്ത്രമാണിത് പറയുന്നത്. ഇപ്പൊ അവിടെ ആർക്കാ പ്രാധാന്യം? തനിക്കാണോ ശാസ്ത്രത്തിനാണോ? ഇവിടെ ആചാര്യൻ തന്നെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്രത്തിനാണ്. തന്നെ പ്രമാണമായി സ്വീകരിക്കാൻ പറയുന്നില്ല. അദ്വൈതത്തിന്റെ സവിശേഷതയാണ്. അദ്വൈതം പറയുന്നത് പ്രമാണമായി സ്വീകരിക്കുക ശ്രുതി. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ധരിക്കുന്ന ശ്രുതി. അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ ശ്രുതി, അതിനെ പ്രമാണമായി സ്വീകരിക്കാനും. അത് ആചാര്യ സ്വയം തന്നെ പറയുന്നു. നഹി അസ്മത് കൽപ്പനേയം, ഇതെന്റെ പറച്ചിലല്ല, ഞാൻ സ്വയം പറയുന്നതല്ല, അത് ശാസ്ത്രം ചെയ്തതാണ്, ശ്രുതി പറയുന്നതാണ്. നിങ്ങളത് അസംബന്ധം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രുതിയെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആചാര്യൻ അല്ലെങ്കിൽ ഗുരുവിന് പ്രമാണമായിരിക്കുന്നത് ശാസ്ത്രമാണ്. എന്നുവെച്ചാൽ സദ്ഗുരുവിനെന്നൂടെ ചേർന്നു. സദ്ഗുരുവിന് പ്രമാണമായിരിക്കുന്നത് ശാസ്ത്രം. എന്നാൽ സത്ശാസ്ത്രം അത് പ്രമാണമാക്കുന്ന ഗുരുവിനെ. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. ശാസ്ത്രം ഗുരുവിനെ പ്രമാണമാക്കുന്നു. കാരണം ശാസ്ത്രത്തിനൊരു ദൃഷ്ടാന്തം വേണ്ടേ. അങ്ങനെ ഗുരുവിനെ സ്വീകരിക്കുന്നു. ഗുരു പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിന്. പരസ്പര പൂരകമാണ്. ഒന്ന് മറ്റൊന്നിനെ നിഷേധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇത് പലർക്കും മനസ്സിലാവത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇതേ സംശയം ചോദിച്ചുകൊണ്ടുവന്നു. ശാസ്ത്രം കൊണ്ട് എന്താ പ്രയോജനം? ശാസ്ത്ര പഠനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് ചോദ്യം. അതേ വിഷയം തന്നെ ഇന്ന് വന്നിരിക്കുന്നുണ്ട്. നമ്മളുണ്ട് പ്രയോജനം, നിശ്ചിതമായിട്ടുണ്ട്. ഒരു മഹാത്മാവ് ശാസ്ത്രത്തെ നിഷേധിച്ചിരിക്കുന്നു. നമ്മളെ അങ്ങനെ സംഭവിക്കത്തില്ല. ഒരു മഹാത്മാവും ശാസ്ത്രത്തെ നിഷേധിക്കത്തില്ല. ഒരു ശാസ്ത്രവും മഹാത്മാവിനെയും നിഷേധിക്കത്തില്ല. അത് നമ്മുടെ ചർച്ചകളിലെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഈ ചർച്ചകൾ എന്തെങ്കിലും കേൾക്കാറുണ്ടോ? അതില്ല. എന്താണത്? കേട്ടാൽ തലവേദന എടുക്കും. ഒരു 10 മിനിറ്റ് ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സവിടെ ഇരിക്കത്തില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നും. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ ഞാൻ ജപിച്ചുകൊണ്ടിരിക്കും മന്ത്രം. എന്നാൽ അത് മതി. എന്തിനാ ഇവിടെ ചർച്ച നടക്കുന്നിടത്ത് വന്നിരുന്ന് ജപിക്കുന്നത്? മുറിയിലിരുന്ന് ജപിക്കണം. അത് മുറിയിലിരുന്ന് ജപിച്ചാലും 10 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ശാസ്ത്രശ്രവണത്തിന് തയ്യാറാവുന്നത്. അവിടെ വന്നാലും ഇത് തന്നെ സ്ഥിതി. അപ്പോൾ അത് ശാസ്ത്രത്തിന്റെയോ ആചാര്യന്റെയോ ഒന്നും തകരാറില്ല, സ്വന്തം തകരാറാണ്. പക്ഷെ വാക്യങ്ങളുണ്ട്. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ശാസ്ത്രം തന്നെയാണ്, ആചാര്യനല്ല. വേദം തന്നെ പറയുന്നു, ഈ വേദമേ വേദമല്ല എന്ന് പറയും. ഇത്രയും പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്ന ഈ വേദത്തെ വേദം തന്നെ നിഷേധിക്കുന്നു. വേദമല്ല, പക്ഷെ ആചാര്യന് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രം. എന്തുകൊണ്ടതിനെ നിഷേധിക്കുന്നു? നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാലും വീണ്ടും ഈ സംശയം ഇങ്ങനെ വരുന്നതുകൊണ്ട് മാത്രം ആൾക്കാരിങ്ങനെ ചോദിക്കുന്നു. അങ്ങനൊരു തെറ്റിദ്ധാരണ വളരെ രൂഢമൂലമായിപ്പോയി. ശാസ്ത്രം അനാവശ്യമാണ്, ചിത്തഭ്രമണ കാരണം എന്നും മറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ. ആയു വർഷശതേനാഭി ശാസ്ത്രാന്തം നാധികച്ചതി. ഒരായുസ് മുഴുവൻ ശ്രമിച്ചാലും ശരി, ശാസ്ത്രത്തിന്റെ മറുകര കാണാൻ പറ്റത്തില്ല. ഒരു ജന്മം കൊണ്ട് ഒരു ശാസ്ത്രം
അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. അതൊരു ശാസ്ത്രം പോലും നമുക്കൊരു ജന്മം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയത്തില്ല. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണെങ്കിലും ഇവിടെ ആചാര്യം പറയുന്നു ശാസ്ത്രത്തെ നിന്ദിക്കരുത് എന്ന് പറയും. അപ്പൊ പിന്നെ എന്താണ് ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത്? ശാസ്ത്രത്തെ ഒരേ സമയം നിന്ദിക്കുകയും അതേ ശാസ്ത്രത്തെ തന്നെ പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കാതെയുള്ള ശാസ്ത്ര പഠനം അതിനാണ് നിഷേധിക്കുന്നത്. ശാസ്ത്രം എപ്പോഴും അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാനുള്ളതാണ്. ആ താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ ആ ശാസ്ത്രം വ്യർത്ഥം. അത് ഭാരം, ബുദ്ധിക്ക് ഭാരം അതുണ്ടാക്കും. മനുഷ്യന് ഇതൊന്നും കൂടാതെ തന്നെ അവന് സഹജമായി തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട്. കാമക്രോധാദി ദോഷങ്ങൾ, അഹന്ത മമതാദി ദോഷങ്ങൾ. അതിനിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും കയ്യിലില്ലാത്തവന് ഈ ദോഷങ്ങളെല്ലാം നിറഞ്ഞായിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ദോഷം കൂടി കൂട്ടിച്ചേർക്കുന്നു എന്നേ ഉള്ളൂ. ശാസ്ത്രഭാരം. അത് യാസ്കൻ മുതലിങ്ങോട്ടുള്ള നമ്മുടെ ആചാര്യന്മാരെല്ലാം അതിനെ നിഷേധിച്ചിട്ടുണ്ടത് കാര്യമില്ല. ഇതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ ഇത് വ്യർത്ഥമാണ് എന്ന് പറയുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് ശരിയായ രീതിയിലാണ് വിശദീകരിച്ചത്. ഈ അഹം ബ്രഹ്മം തന്നെ. ഇവിടെ ഒന്നും കൊള്ളാനും തള്ളാനും ഒന്നുമില്ല. പക്ഷെ ഇതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി പല പ്രക്രിയകളുണ്ട്. ബാധസാമാനാധികരണ്യം എന്നെല്ലാം പറയും. അഹം എന്ന് പറയുന്നതിലൊരു അംശമുണ്ട്. അതിനെ തള്ളിക്കളഞ്ഞിട്ട് ശേഷിക്കുന്ന ശുദ്ധമായ അതിനെ സ്വീകരിക്കുക, അങ്ങനെ പറയും. ഇവിടെ ഒന്നും തള്ളാനും കൊള്ളാനും ഒന്നുമില്ല. ഇവിടെ അടുത്ത ഭാഷകാരൻ സ്വീകരിച്ചിരിക്കുന്നതാണ്. ഇത് സർവവും നാമരൂപാത്മകമായിരിക്കുന്ന സർവവും ഒന്ന് തന്നെ, ഏകം തന്നെ, അദ്വൈതം തന്നെ. പിന്നെ അഹത്തിന്റെ കാര്യം പറയാനുണ്ടോ? അതിനെ മാത്രം തന്നെ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് സർവവും അത് തന്നെ. ആ താല്പര്യത്തെ മനസ്സിലാക്കുക. അതിനകത്ത് പിന്നെ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിഷേധിക്കുന്നത്. ശാസ്ത്ര താല്പര്യം മനസ്സിലാക്കാത്തവൻ ശാസ്ത്രത്തെ നിഷേധിക്കും. അല്ലെങ്കിൽ ആ മനസ്സിലാക്കാത്ത ശാസ്ത്രത്തെ ആചാര്യന്മാരെ നിഷേധിക്കുന്നു. അത് വ്യർത്ഥമാണ്, ഭാരമാണ്. സാരഭൂതം തതുപാസിതമേ. അതുകൊണ്ട് അതിന്റെ സാരത്തെ ഗ്രഹിക്കുക. അപ്പോഴേ ശാസ്ത്ര സാർത്ഥമാകത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നു നഹി അസ്മത് കൽപ്പനേയം. ഞാനിതെന്റെ കൽപ്പനയൊന്നുമല്ല, എന്റെ അഭിപ്രായമല്ല, ഞാൻ ഒരിടത്തും പോയി കണ്ടുപിടിച്ച കാര്യമല്ല, ശാസ്ത്രകൃത, ഇത് ശാസ്ത്രം പറയുന്നതാണ്. തസ്മാത് ശാസ്ത്രസ്യ അയം ഉപാലംബ. അതുകൊണ്ട് നിങ്ങൾ നിന്ദിക്കുന്നത് ശാസ്ത്രത്തെയാണ്. അഹം ബ്രഹ്മാസ്മി, അത് നിങ്ങൾ നിന്ദിക്കുന്നത് ശാസ്ത്രത്തെയാണെന്ന് പൂർവക്ഷിയോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ശാസ്ത്രത്തെ ഒരിക്കലും നിന്ദിക്കരുത്, മറിച്ച് അതിന്റെ താല്പര്യത്തെ എടുക്കണം. അത് ഗുരുനന്ദ തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അത്? ശാസ്ത്രം അത് ഗുരുവിന്റെ ഉപദേശം തന്നെയാണ്. അത് പഴയ ഗുരുവാണോ പുതിയ ഗുരുവാണോ എന്നുള്ള വ്യത്യാസമില്ല. പഴയ ഗുരു ഉപദേശിച്ചാലും പുതിയ ഗുരു ഉപദേശിച്ചാലും ഇനി വരാൻ പോകുന്ന ഗുരുക്കന്മാർ ഉപദേശിച്ചാലും അതെല്ലാം ശാസ്ത്രം തന്നെ. പക്ഷെ അവരുടെ ഉപദേശത്തിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മളതിനെ നിന്ദിക്കും. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും മഹാത്മാക്കൾ എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് നിഷേധിച്ചതെന്ന് മനസ്സിലാക്കണം. നിഷേധത്തിന്റെ താല്പര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നുവെച്ചാൽ ബ്രഹ്മണ ഇഷ്ടം ചികൃഷ്ണ ശാസ്ത്രാർത്ഥ വിപരീത കൽപ്പനയാ സ്വാർത്ഥ പരിത്യാഗ കാര്യ. അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ ആ ശാസ്ത്ര താല്പര്യത്തിന് വിപരീതമായ കൽപ്പനകളിലേക്ക് പോകരുത്. ശാസ്ത്രത്തിന്റെ താല്പര്യം എന്താണ്? അഭ്യുദയം നിശ്രേയസം. വേദത്തിന്റെ താല്പര്യം അതാണ്.
ചില സ്ഥലങ്ങളിൽ അഭ്യുദയത്തിന് വേണ്ടി പറയും, ചില സ്ഥലത്ത് നിശ്രേയസത്തിന് വേണ്ടി വരും. അതിന് ആ അഭ്യുദയത്തിന് വേണ്ടി പറയുന്നത് ചിലർക്ക് സ്വീകാര്യമല്ല, അവരതിനെ നിഷേധിക്കും. എന്നിട്ട് അവർ പറയും നിശ്രേയസം മാത്രം മതി. ആ ശാസ്ത്രഭാഗം അവർക്ക് പ്രമാണമല്ല, അതിനെ നിന്ദിക്കും. തൗസ് സംപരീതി വിവിനക്തി കഠോപനിഷത്തിൽ വന്നു. ആ ശ്രേയസിനെയും പ്രേയസിനെയും ശരിയായ രീതിയിൽ വിവേചനം ചെയ്ത് പ്രേയസിനെ തള്ളിയിട്ട് ശ്രേയസിനെ സ്വീകരിക്കും. അവിടെ ശാസ്ത്രത്തെ നിന്ദിക്കും. ഇത് അസംബന്ധമാണ്, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ അത് ശാസ്ത്ര വിപരീത കൽപ്പനയല്ല. എന്നറിയാം, ഇത് ശ്രേയസിനെ കുറിച്ച് എവിടെ പറയുന്നു, പ്രേയസിനെ കുറിച്ച് എവിടെ പറയുന്നു, എന്താണ് ശ്രേയസ്, എന്താണ് പ്രേയസ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? സത്യത്തെ അറിയുന്നു, ബ്രഹ്മണ ഇഷ്ടം, അതാണ് ആ ബ്രഹ്മനിഷ്ഠ, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ സത്യം എന്ന് പറയുന്നത് അതാണ്, ഈശ്വരബോധം. ഇവിടെ പറയുന്ന നിത്യമുക്തത്വം, അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ശാസ്ത്ര താല്പര്യത്തിന് വിപരീതമായ കൽപ്പനകളിലേക്ക് ഒന്നും പോകരുത്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു സംശയം ഇതാണ്, എല്ലാം ബ്രഹ്മം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യൻ, ശിഷ്യൻ, ശാസ്ത്രോപദേശം തുടങ്ങിയ ഭേദങ്ങൾ എങ്ങനെ നിലനിൽക്കും? ഇല്ലെങ്കിൽ ആരാരെ ഉപദേശിക്കും, ആര് കേൾക്കും, ആര് സാധന ചെയ്യും? സമാധാനം ഇതാണ്. എന്താ ഈ ഭേദം നിലനിർത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഈ ഭേദം നിലനിർത്തുകയാണെങ്കിൽ അത് അദ്വൈതമല്ല. നിങ്ങളിവിടെ എന്ത് കേൾക്കാനാണ് ഇരിക്കുന്നത്? അദ്വൈതം. അദ്വൈതം അങ്ങനെ ഒരു തരത്തിലുള്ള ഭേദത്തെ അംഗീകരിക്കുന്നതല്ല. ഈ ഭേദം ഇങ്ങനെ നിലനിൽക്കുന്നതോ അതിന് സമാനം പറയാം. കാര്യത്തിൽ ക്ഷമ വേണം എന്നാണ്. എന്നുവെച്ചാൽ ഏതാവത്തി ഏവ അക്ഷമായുക്ത ഭവ. ഇത് കേൾക്കുമ്പോ ഇതിൽ അക്ഷമ കാണിക്കരുത്. ഇത് പറയുന്നത് അക്ഷമയൊക്കെ വരുന്നത് എവിടെയാണ്? അസഹിഷ്ണുത വരുന്നത് രാഗദ്വേഷങ്ങളൊക്കെ ഉള്ളിടത്താണ്. ഇവിടെ രാഗദ്വേഷത്താൽ പ്രേരിതമായിട്ടല്ല പറയുന്നത്, തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ അവിടെ ദുരാഗ്രഹം പാടില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ അറിഞ്ഞത് അത് ശരിയാണ് എന്നൊരു ദുരാഗ്രഹം പാടില്ല. അത് വരുമ്പോൾ ഈ അസഹിഷ്ണുത വരും, സ്വയം പരിഭ്രമം വരും. സ്വയം പരിഭ്രമം തത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പരിഭ്രമം വരും. തന്റെ അജ്ഞാനം നശിക്കുന്നത് തനിക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല, തന്റെ ഉള്ളിൽ വെളിച്ചം വരുന്നത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുണ്ടല്ലോ, ഇരുളിൽ ജീവിക്കുന്ന ചില ജീവികളുണ്ട്, അതിന് വെളിച്ചത്തെ ഭയമാണ്. രാത്രിഞ്ചരന്മാർ, അതിന് ഇരുളി തന്നെ വേണം. അല്ലല്ലോ, പാറ്റ, ഇതുപോലെയൊക്കെയുള്ള ചില ജീവികളുണ്ട്, വെളിച്ചത്തെ കണ്ടാൽ അവയ്ക്ക് ഭയമാണ്, തമസ്സാണ്. അങ്ങനെയുള്ള പിന്നെ ചിലരുണ്ട് നത്ത്, മൂങ്ങ എന്നൊക്കെ പറയും, അതിന് വെളിച്ചം ഭയമാണ്. ഇരുൾ തന്നെയാണ് അത് ഇഷ്ടപ്പെടുന്നത്. അവര് വെളിച്ചം കാണുമ്പോൾ അസ്വസ്ഥതയെ പ്രകടിപ്പിക്കും. ചില അസുഖം വന്നവർക്കൊക്കെ അങ്ങനെയുണ്ട്, വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഒരസ്വസ്ഥരാകും. അങ്ങനെയുള്ള നത്തും മൂങ്ങിയൊക്കെയാണ് ഈ ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. വിവേകിയായ മനുഷ്യനല്ല, വിവേകിക്ക് അത് സാധ്യമല്ല. അതാണ് ഇവിടെ പറയും, നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിക്കണം? പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൽപ്പനയല്ലല്ലോ, എന്റെ ഭാവനയല്ലല്ലോ ഈ പറയുന്നു, വിശ്രുതി പറയുന്നതല്ലേ. പക്ഷെ എന്നാലും ഈ ഭേദം, ഈ ഗുരു ശിഷ്യൻ ഈ ഭേദം, ശാസ്ത്രം ഉപദേശം ഈ ഭേദം, ഇതില്ലാതെ എനിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? ശരി, എന്നാൽ ഇതിനെ എങ്ങനെ ഗ്രഹിക്കണം അത് പറയാം. ഇതിനൊക്കെ എങ്ങനെ ഉൾക്കൊള്ളണം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അജ്ഞാനമാണോ അത് ജ്ഞാനമാണോ? അതാണ് ആദ്യം അറിയേണ്ടത്. നിങ്ങൾ എന്താവശ്യപ്പെടുന്നു?
നിങ്ങൾക്ക് ബോധമാണ് വേണ്ടത്, അത് അന്ധതയാണ്. ഇതുവരെ അന്ധതയായിരുന്നു. അന്ധതയിൽ തുടരാണ് താല്പര്യം. പിന്നെ ഇതിന്റെ ആവശ്യമില്ല, ശാസ്ത്രശ്രവണത്തിന്റെ ആവശ്യമില്ല. അല്ല, ബോധമാണ് വേണ്ടതെങ്കിൽ പറയുന്നു, ഇങ്ങനെ മനസ്സിലാക്കുക. എന്താണ്? സർവം ഹി നാനാത്വം ബ്രഹ്മണി കൽപ്പിതമേവ. അതങ്ങനെ മനസ്സിലാക്കുക. ഈ ഭേദങ്ങളെല്ലാം ഇതറിവ്. ഈ ശ്രവണത്തിന്റെ പ്രയോജനം എന്താണ്? ഭേദത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടില്ല, അജ്ഞാനത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടില്ല. ഇതൊക്കെ ഉള്ളതാണ്, ഇത്ര കാലത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കണം, എന്നാലേ എനിക്ക് മോക്ഷം കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ഈ വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ വെളിച്ചം? സർവം ഹി നാനാത്വം. ഈ ഭേദങ്ങളെല്ലാം സാധകത്വം അതിനാണ്. അക്ഷമാ ഭവതക്കേയം സാധകത്വ പ്രകൽപ്പനെ കിംന പശ്യസി സംസാരം തത്രൈവ അജ്ഞാനകൽപ്പിതം. ഇത് നിന്നിൽ തന്നെ കൽപ്പിതമാണ്. എന്താ നീ ഇത് കാണുന്നില്ലേ? വാർത്തകാരൻ ചോദിക്കുന്നതാണ്. ഈ ഭാഷ്യത്തിന്റെ താല്പര്യമാണ്, വളരെ പ്രസിദ്ധമാണ്. നമുക്ക് ഈ ഭേദത്തെ സാധൂകരിക്കണമെങ്കിൽ ഒരിക്കലും ഇതിനെ പരമാർത്ഥമായി സാധൂകരിക്കാൻ പറ്റത്തില്ല. ഗുരുവുണ്ട്, ശിഷ്യനുണ്ട്, ഉപദേശമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അറിവാണോ അതോ അജ്ഞാനമാണോ? അറിവാണെങ്കിൽ ഇതിനെല്ലാം കൽപ്പിതമായി തന്നെ സ്വീകരിക്കുക. അജ്ഞാനമാണ് വേണ്ടതെങ്കിൽ ഇതിനെല്ലാം സത്യമായി സ്വീകരിക്കുക. രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഇന്നുവരെ എങ്ങനെ അജ്ഞനായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോകും, ഇതിനെല്ലാം സത്യമായി സ്വീകരിച്ചുകൊണ്ട്. അല്ല, അറിവാണ് വേണ്ടതെങ്കിൽ ഇതിനെല്ലാം കൽപ്പനയായിട്ട് ഇതിനെ സ്വീകരിക്കുക. പറയുന്നു, എന്നെ നിന്ദിച്ചാലും ശരി, ശാസ്ത്രത്തെ നിന്ദിക്കരുത്. ഇത് ശാസ്ത്രം ബോധിപ്പിക്കുന്നതാണ്. സർവം ഹി നാനാത്വം ബ്രഹ്മണി കൽപ്പിതമേവ. അപ്പോൾ കൽപ്പിതമായി സ്വീകരിക്കുന്നുണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? അത് അറിവാണ്, വെളിച്ചമാണ്. ഇതൊന്നും പരമാർത്ഥമല്ല, വ്യവഹാര സാധൂകരണം, അതിനുവേണ്ടി മാത്രം. ഇതെല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ. ഗുരുവുണ്ട്, ഉപദേശമുണ്ട്, ശാസ്ത്രമുണ്ട്, ശിഷ്യനുണ്ട്, ജിജ്ഞാസയുണ്ട്, ബന്ധമുണ്ട്, മോക്ഷമുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ തന്നെ സത്യത്തെ ഗ്രഹിക്കുകയും വേണം. പക്ഷെ ഇതിനെ സത്യമായി സാധ്യമല്ല. ഇതിനെ കൽപ്പിതമാക്കുക, ഇതിനെ കൽപ്പിതമായി ഗ്രഹിക്കുക. കൽപ്പിതമേവ എന്തുകൊണ്ട്? ഏകഥ ഏവ അനതിഷ്ഠവ്യം നേഹ നാനാസ്തി കിഞ്ചന എത്ര ഹി ദ്വൈതമേവ ഭവതി ഏകമേവ അദ്വിതീയം ഇത്യാദി വാക്യശതേഭ്യ. ശ്രുതി ഇക്കാര്യമാണ് 100 തവണ ആവർത്തിച്ച് പറയുന്നത്. എന്നാലും നിനക്കൊരു സമാധാനം വേണമെങ്കിൽ ഇതിനെയൊക്കെ കൽപ്പനയായി സ്വീകരിച്ചു, വാസ്തവികമായി സ്വീകരിക്കരുത്. ഈ ഭേദാനുഭവം അത് ഒരു കൽപ്പനയാണ്. അത് എങ്ങനെ? ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നവൻ ഇത് കൽപ്പന. ഈ കൽപ്പനയെ പരമാർത്ഥമായി തിരിച്ചു ബോധിച്ചു കഴിഞ്ഞാൽ അവന് ഇതൊക്കെയാണ് സത്യം. അവന് ഈ സത്യമൊന്ന് ഇതിനെയൊക്കെ കരുതുന്നിടത്തോളം കാലം അവനൊരിക്കലും ഈ പരമാർത്ഥ ബോധം ഉണ്ടാകത്തില്ല. ശ്രുതിക്ക് അത് മാത്രമേ താല്പര്യമുള്ളൂ. പരമാർത്ഥം എന്താണെന്ന് ബോധിപ്പിക്കുക, അതിന് വിശ്വാസം വേണം, അതിന് ശ്രദ്ധ ഉണ്ടാവണം. ഗുരു ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പരമാർത്ഥത്തെ ശ്രുതിയുടെ സഹായത്തോടുകൂടി ബോധിപ്പിക്കുക. സർവോ ഹി ലോകവ്യവഹാരോ ബ്രഹ്മണ്യവ കൽപ്പിതോ ന പരമാർത്ഥ സൻ ഇതി അല്പം ഇതമുച്യതേ ഇയമേവ കൽപ്പന അപേക്ഷതേതി. സർവ ലോകവ്യവഹാരങ്ങളും എന്നുവെച്ചാൽ തിന്നുന്നതും കുടിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ബന്ധമോക്ഷം മാത്രം എടുക്കുന്നു. അതെല്ലാം ആ വെളിച്ചത്തിൽ, ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ, ശ്രുതിയുടെ വെളിച്ചത്തിൽ എങ്ങനെ കാണുന്നു? ബ്രഹ്മണി കൽപ്പിത എന്ന പരമാർത്ഥ. പരമാർത്ഥമല്ല, ഇത് നീ കാണുന്ന രൂപത്തിൽ പരമാർത്ഥമല്ല.
പിന്നെ പരമാർത്ഥത്തെ അറിഞ്ഞവന് ഇതെല്ലാം പരമാർത്ഥമാണ്. അത് ശരിയായ കാഴ്ചപ്പാട്. പരമാർത്ഥത്തെ അറിയാതെ ഇത് പരമാർത്ഥം ധരിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പന. അവിടെ അതിനെ കൽപ്പനയെന്ന് മനസ്സിലാക്കുന്നു. സത്യത്തെ ഗ്രഹിച്ചവനെല്ലാം സത്താണ്. സത്യത്തെ ഗ്രഹിക്കാത്തവൻ ഇതിനെ സത്തെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പറയും അത് ശരിയല്ല. അത് നിന്റെ ആ സത്യത്വ ബുദ്ധി അത് മിഥ്യയാണ്. അതുകൊണ്ട് അല്പമിതമിച്ചത് ഈയമേവ കൽപ്പന അപേക്ഷല. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ശരി പറയും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പാടില്ല. അത് കേവലം ഒരു അഹംഭാവമാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അത് ശരിയാണ്. അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ഒരു അഹംഭാവമായി പോകും. ഇവിടെ ആചാര്യൻ ശ്രമിക്കുന്നതല്ല, അതിന്റെ താല്പര്യത്തെ പരമാവധി വെളിപ്പെടുത്തുക. ശ്രവണ മനനങ്ങളുടെ പ്രയോജനം അതാണ്. അതിലൂടെ വെളിപ്പെട്ടാൽ, അതിന്റെ താല്പര്യത്തെ വെളിപ്പെട്ടാൽ അവിടെ സാധകത്വാദികളെ അംഗീകരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. ഈ ദ്വൈതത്തെ അംഗീകരിക്കുന്നതിനും പ്രയാസമൊന്നുമില്ല. അപേക്ഷര ഇത് ശോഭനമല്ല, എല്ലാത്തിനെയും ബ്രഹ്മമെന്ന് പറഞ്ഞിട്ട് ബാക്കി സർവത്തെയും നിഷേധിക്കുന്നത് ശോഭനമല്ല എന്ന് പറയും. ശോഭനം തന്നെയാണ്. എല്ലാത്തിനെയും ബ്രഹ്മമെന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം അംഗീകരിക്കുക ചെയ്യുന്നു. ബ്രഹ്മത്തിലെ കൽപ്പനകളായി അംഗീകരിക്കുന്നു. വേറെയും വഴിയുണ്ട്, ഇതൊരു വഴി പറയുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മണോ അന്യഹേതനോ അചേതനോ വാസ്തി വ്യാഖ്യാനത്തിൽ പറയുകയാണ്. വ്യവഹാര സാധൂകരണത്തിന് വേണ്ടി ശിഷ്യൻ, ഗുരു, ശാസ്ത്രം ഇങ്ങനെയുള്ള ഭേദങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളെന്തിനാ അസ്വസ്ഥരാകുന്നത്? ഗുരുവിനെ നിഷേധിച്ചോ, ശാസ്ത്രത്തെ നിഷേധിച്ചോ എന്നൊക്കെ എന്തിനാ ചോദിക്കുന്നത്? എന്തുകൊണ്ട്? ബ്രഹ്മണോ അന്യഹ, അങ്ങനെ ഇവിടെ എന്തിനെല്ലാം സ്വീകരിക്കുന്നുണ്ടോ, എന്തിനെല്ലാം അനുഭവിക്കുന്നുണ്ടോ അത് ചേതനോ അചേതനോവാ. ചേതനന്മാരായ ജീവന്മാരാകാം, അചേതനങ്ങളായ ഈ പ്രപഞ്ചവും നാമശബ്ദ ശബ്ദസ്പർശരൂപാദികളും എന്തായാലും ശരി, അവയെല്ലാം എന്താണ്? എന്നുവെച്ച ബ്രഹ്മണോ അന്യഹ, ഇതൊന്നും തന്നെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. ഇതിനെല്ലാം ബ്രഹ്മമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിനെല്ലാം സത്തായി പരമാർത്ഥമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ദോഷമില്ല. എന്നുവെച്ചാൽ ബ്രഹ്മണോ അന്യചേതനോ അചേതനോ വാസി, ചേതനമോ അചേതനമോ അല്ല. ബ്രഹ്മത്തിലെ കൽപ്പനകളെല്ലാം ബ്രഹ്മം തന്നെ. അതാണ് ബ്രഹ്മത്തിലെ കൽപ്പന എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് രണ്ടാമതൊന്നുണ്ടെന്നുള്ള. അതുകൊണ്ടല്ലേ പറയുന്നത് ഗുരു സാക്ഷാത് പരംബ്രഹ്മ. ഗുരുവും കൽപ്പനയാണെന്ന് പറയുന്നിടത്താണ് പറയുന്നത്. ഗുരു എന്താണ്? പരബ്രഹ്മം തന്നെ. ശിഷ്യനോ ശ്രോതാവോ അവനും അത് തന്നെ, അഹം ബ്രഹ്മാസ്മി, അതും ആ പരബ്രഹ്മം തന്നെ ആണ്. ബ്രഹ്മണോ അന്യഹേതനോ അചേതനോ വാസ്തി നാന്യാതോ അസ്തി ദൃഷ്ട ബ്രഹ്മേ വേദ സർവം ഇത്യാദി ശ്രുതേഹേ. ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ച് മനസ്സിലാക്കും എന്ന് പറഞ്ഞത്. ശാസ്ത്രത്തെയും ആചാര്യനെയും സമന്വയിപ്പിക്കും. ശാസ്ത്രത്തിന് പ്രമാണം ആചാര്യനായിരിക്കുന്നു, ആചാര്യന് പ്രമാണം ശാസ്ത്രമായിരിക്കുന്നു. ഒന്നിനെ അംഗീകരിക്കും, വേറൊന്നിനെ നിഷേധിക്കാനും സാധ്യമല്ല. ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല. സർവ സമ്പ്രദായങ്ങൾക്കും ഇത് രണ്ടും ഒരുപോലെ പ്രമാണം. സത്ശാസ്ത്രവും സദ്ഗുരുവും. അതുകൊണ്ട് എന്താണ് ഇത്? അങ്ങനെ സ്വീകരിക്കാം. അന്യമായിട്ട്, അതിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നുമില്ല. ബ്രഹ്മവീത സർവൈത്യശ്രുതി തസ്മാത് യഥോക്ത വ്യവസ്ഥ. അപ്പോൾ വ്യവഹാരത്തിലൊരു വ്യവസ്ഥ വേണം നിങ്ങൾക്ക്.
അത് ഭേദത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടല്ല, കേവലം വ്യവഹാരത്തെ സാധൂകരിക്കുക. ഗുരു ശിഷ്യൻ തുടങ്ങിയ ഇത് നിലനിൽക്കണം. അതിനെ എല്ലാത്തിനെയും ബ്രഹ്മമായി കണ്ട് അതിനെ നിലനിർത്തുക. എല്ലാത്തിനെയും കൽപ്പനയായി കാണുന്നു എന്ന് പറഞ്ഞാലും എല്ലാത്തിനെയും ബ്രഹ്മമായി കാണുന്നു എന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നാണ്. രജ്ജുവില് സർപ്പകൽപ്പനയുണ്ടെന്ന് പറഞ്ഞാൽ അത് രജ്ജു തന്നെ. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ. ആ കൽപ്പനയുള്ളപ്പോഴും അവിടെ എന്താണ്? രജ്ജു തന്നെയാണ്. കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? കേവലമായ പ്രതീതി, അനുഭവം. അതങ്ങനെ വരുന്നു. ഭേദ അനുഭവം വരുന്നു. ഇതെല്ലാം വേറെ വേറെയാണ്, ഞാൻ വേറെയാണ്, നീ വേറെയാണ്. അത് കേവലമായ അനുഭവം, അത് പരമാർത്ഥമല്ല. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഇതിനെ ശാസ്ത്രം ബോധിപ്പിക്കുന്നതുകൊണ്ട്, ശ്രുതി ബോധിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ സ്വീകരിക്കേണ്ട കാര്യമില്ല. സർവം ജഗത് ബ്രഹ്മൈവ ഇവിടെ പറയുന്നു. വ്യാഖ്യാനത്തിൽ പറയുന്നു. ഞാൻ പറയുന്നതല്ല, സർവം ജഗത് ബ്രഹ്മൈവ. ഈ സമ്പൂർണ്ണ ജഗത്തും ബ്രഹ്മം തന്നെയാണ്. അത് മാത്രമല്ല, ന തദന്യത് ബ്രഹ്മേരിയാവൂ. ഇനി ഈ ജഗത്തിൽ നിന്ന് തദന്യമായി ജഗത്തിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ബ്രഹ്മം, അങ്ങനെയല്ല. അതല്ല അദ്വൈതത്തിന്റെ നിലപാട്. അങ്ങനെ പറഞ്ഞാൽ ദ്വൈതം വന്നില്ലേ? ഇതാ ഇത് ജഗത്ത്, ഇത് ജഗത്തിൽ നിന്ന് വേറിട്ടൊരു ബ്രഹ്മം. നമ്മളൊരു പക്ഷെ അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കും. നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നു ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. സർവം ജഗത് ബ്രഹ്മൈവ. എന്നോട് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ ചോദിച്ചു, ഇത് കേട്ടിട്ട് സർവം ജഗത് ബ്രഹ്മൈവ, ജഗത്ത് ബ്രഹ്മമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ എനിക്ക് ഓർമ്മ ഒന്നുമില്ല എവിടെ പറഞ്ഞിട്ടുണ്ട്. അതായിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കാൻ പറ്റും ഇത് എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു കടൽ പോലെ കിടക്കരുത്. അങ്ങനെ ഒരിടത്തും അദ്വൈതത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് ഒരു അദ്വൈതി എന്നോട് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ നമ്മുടെ ചർച്ചകൾ കേട്ട ഒരാളാണ്. ഞാനിതിങ്ങനെ ഇത് ആവർത്തിച്ച് പറയുന്നു. സർവം ജഗത് ബ്രഹ്മൈവ എന്ന് പറയുന്നു. ഇത് അദ്വൈതമല്ല, അദ്വൈതത്തിന്റെ ദുർവ്യാഖ്യാനമാണ്. എന്തുകൊണ്ട്? കാരണം അദ്വൈത ശാസ്ത്രത്തിനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അത് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇപ്പൊ പറയണം. വരച്ച വരയിൽ നിർത്തി ചോദിച്ച് അവിടെ ഞാൻ പരാജയപ്പെട്ടു. എവിടെയെന്ന് അങ്ങനെ കൃത്യമായി പറയാം ഉള്ള ഓർമ്മശക്തി ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ പറഞ്ഞത്, ഇപ്പൊ പറ്റത്തില്ല. സർവം ജഗത് ബ്രഹ്മൈവ അതിന് പറഞ്ഞില്ല തദന്യത് ബ്രഹ്മ. ഇത് വ്യാഖ്യാനത്തിലുണ്ട്. ഇതിന് അന്യമായിട്ടൊരു ബ്രഹ്മ, അങ്ങനെയല്ല അദ്വൈതം. വേർതിരിക്കാൻ വയ്യ. അതാണ് മുമ്പ് പറഞ്ഞെന്താണ്? ന ബ്രഹ്മണോ അന്യചേതനോ അചേതനോ വാസ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഇതൊക്കെ കേൾക്കുന്നവരെ ഓർമ്മിച്ചു വയ്ക്കുന്നു. കാരണം ഇത് അറിവില്ലാത്തവരെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഈ അദ്വൈതികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. മുറി മൂർഖന്മാരുണ്ട്, അവരെയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പ്രയാസം. മൂർഖനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അവനെ ആദ്യം മുതലേ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഈ മുറി മൂർഖന്മാരടുത്ത് ഒരു രക്ഷയില്ല. ഇത് പറഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാകത്തില്ല. എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ധരിച്ചിരിക്കുന്നത്. മൂർഖൻ എന്ന് വെച്ചാൽ മൂഢൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി. സർവം ജഗത് ബ്രഹ്മൈവ ന തദന്യത് ബ്രഹ്മേരി. അതുകൊണ്ട് ഇവിടെ ഇതൊന്നും അദ്വൈതത്തിന് വലിയ വിഷയമല്ല. ഗുരു, ശാസ്ത്രം, സാധകൻ, ഇത്തരം കാര്യങ്ങളല്ല. അതിൽ ഏത് ഭാഗത്ത് ഒരുവൻ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഭേദത്തെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഗുരു വേറെയാണ്, ശാസ്ത്രം വേറെയാണ്, ഉപദേശം വേറെയാണ്, ഞാൻ വേറെയാണ്, എന്റെ സാധന വേറെയാണ്, ഇങ്ങനെ എന്നും നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ
അവൻ അജ്ഞാനത്തിൽ തന്നെ തുടരുന്നു. മറിച്ച് ജ്ഞാനത്തിലാണ് നിൽക്കാൻ ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ രീതി സ്വീകരിക്കണം. സർവവും സത്ത് തന്നെയാണ്. പറയുന്നു ഏകദൈവ അദ്വൈരൂപേണൈവ നാനാത്വസ്യ കൽപ്പിതത്വേവ അദ്വൈരൂപേണ ദർശനം ഘട്ടത്തെ. അദ്വൈതം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ നാനാത്വത്തെ കൽപ്പിതമായി ഗ്രഹിക്കും. എന്നിട്ട് എന്തിനു വേണ്ടി ഈ കൽപ്പന, നാനാത്വ കൽപ്പന, അതാണ് അദ്വൈതമെന്ന് ഗ്രഹിക്കുന്നത്. നാനാത്വം കൽപ്പിതമാണ്, അസിമ കൽപ്പന അതാണ്. നാനാത്വസ്യ കൽപ്പിതത്വ, നാനാത്വത്തെ കൽപ്പിതമായി സ്വീകരിച്ചാൽ ബ്രഹ്മസത്യം കൽപ്പിതമായി മറ്റൊന്നങ്ങനെ രണ്ടല്ല അവിടെ വരുന്നത്. മറിച്ച് കൽപ്പിതത്വ അദ്വൈരൂപേണ ദർശനം, അദ്വൈത ദർശനം അവിടെ യോജിക്കത്തുള്ളൂ. അവിടെ ദ്വൈതം വരത്തില്ല. മറിച്ച് നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്ന രീതിയിലാണ്. എങ്ങനെ? ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, സത്യമായ ജഗത്ത്, പിന്നെ സത്യമായ ബ്രഹ്മം, പിന്നെ മിഥ്യയായ ജഗത്ത് വേറൊന്നും. അവിടെ രണ്ടുപേരും അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് സാധകത്വാദി കൽപ്പനകൾ വ്യാവഹാരികമായി അതിന്റെ സാധൂകരണത്തിന് വേണ്ടി സ്വീകരിച്ചു കഴിഞ്ഞാലും എന്താണ് പരമാർത്ഥം? എന്താണോ? സർവവും ഏകം തന്നെയാണ്, അദ്വൈതം തന്നെയാണ്. തസ്മാത് പ്രവിഷ്ടം സൃഷ്ട തദ്ബ്രഹ്മ വൈ ബ്രഹ്മവാ ഇതമഗ്രാസി. ആ മന്ത്രത്തെ ഇപ്പൊ ഇവിടെ മുതല വ്യാഖ്യാനിക്കുന്നു. ഇതുവരെ അതിന് ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിനെ നേരിട്ട് വ്യാഖ്യാനിക്കുകയാണ് ഭാഷ്യകാരൻ. ബ്രഹ്മവൈ തസ്മാത് പ്രവിഷ്ടം സൃഷ്ട. ഇത് അവിടെ വിട്ടിട്ടില്ല. എന്താണ്? തത് സൃഷ്ട തദേവ അനുപ്രാവശ്യ. അത് വിട്ടിട്ടില്ല, സംസാരിക്കുന്നു. ആരാണോ സൃഷ്ടിച്ചവൻ, ഏതൊരുവനാണോ ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തവൻ, തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. വൈ ശബ്ദ അവധാരണാർത്ഥ. മുമ്പ് പറഞ്ഞ പൂർവപക്ഷങ്ങളൊക്കെ നിഷേധിക്കും. പൂർവപക്ഷം എന്ന് വെച്ചാൽ ഓരോരുത്തരും അങ്ങനെ വ്യാഖ്യാനിച്ചു വെച്ചു. ഇത് മനുഷ്യന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എഴുതി വിടെയല്ലേ വ്യാഖ്യാനങ്ങൾ. അതുപോലെ പണ്ടും ചെയ്തിരുന്നു. വൃത്തികാരൻ, ഭരത് പ്രപഞ്ചൻ, അവരെല്ലാം ഒരുപാട് അസംബന്ധങ്ങൾ എഴുതിക്കൂട്ടി. പക്ഷെ ശ്രുതി അവിടെ അവധാരണാർത്ഥം വൈ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ്. ഏതൊരുവനാണോ സൃഷ്ടിച്ചത്, ഏതൊരുവനാണോ പ്രവേശിച്ചിരിക്കുന്നത്, അവൻ തന്നെ. ഇതം ശരീരസ്ഥം യദ്ഗ്രഹ്യതേ അഗ്രേ പ്രതിബോധാത് അതേ അപി ബ്രഹ്മൈവ ആസീത് സർവം ച ഇദം. ഇതം ശരീരസ്ഥം, മറന്നുപോകും. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുമ്പോൾ തന്നെ കുറിച്ച് മറന്നുപോകും. വാർത്തകാരൻ ആവർത്തിച്ച് പറയും. എന്താണ്? പ്രത്യക് പ്രവണദൃഷ്ട്യ, പ്രത്യക് പ്രവണമായ അന്തർമുഖമായ ദൃഷ്ടിയിലൂടെ വേണം ഇത് മനസ്സിലാക്കേണ്ടത്. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ എന്തോ വലിയ പാപമാണ് പറയുന്നത് അന്ന് കരുതേണ്ട കാര്യം. അത് വരും എന്തുകൊണ്ട്? ബഹിർമുഖമായി ചിന്തിച്ച്. അതുകൊണ്ട് പറയുന്നു ശരീരസ്ഥം എന്ന് പറയുമ്പോൾ അന്തർമുഖമാകും. തന്റെ ഉള്ളിലിരിക്കുന്നത്, ബാഹ്യമായിരിക്കുന്നത് സർവ്വം അതാണെന്ന് പറഞ്ഞു. ഇതം ശരീരസ്ഥം യദ്ഗ്രഹ്യതേ, തന്റെ ഉള്ളിൽ എന്താണോ ഗ്രഹിക്കുന്നത്, താനായിട്ട് എന്തിനാണോ ഗ്രഹിക്കുന്നത്, തന്നെ കുറിച്ച് ആർക്ക് സംശയമില്ല. അതുകൊണ്ടാണ് അതിന് അപരോക്ഷം എന്ന് പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംശയമില്ലാത്തത്, അതാണ് അപരോക്ഷം.
അപ്പൊ തന്നിൽ താനായി എന്തിനാണോ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അഗ്രേ പ്രാക് പ്രതിബോധാ, ഇവിടെ ഗുരുവിൽ നിന്നും അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്ന ശാസ്ത്രത്തിൽ നിന്നും ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെയും പറയാം പ്രാക് പ്രതിബോധ, ഈ ജാഗ്രത സ്വപ്നത്തിലങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെ എടുക്കാം. ഭാഷ്യകാരൻ കൂടെ അതല്ല പറയുന്നത്. പ്രതിബോധം എന്ന് വെച്ചാൽ ഈ ശ്രുതിയിൽ നിന്ന് കിട്ടുന്ന ബോധം അല്ല, അങ്ങനെയും എടുക്കുന്നതിന് തെറ്റില്ല. ബ്രഹ്മൈവാസി സർവം ചെയ്തം, അതാണ് ഈ കാണുന്നതെല്ലാം അത് ആ ബ്രഹ്മം തന്നെയായിരുന്നു. ഭാഷ്യകാരൻ മുമ്പ് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവ്യാകൃതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാണുന്നതെല്ലാം അത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഉണർന്ന് ഇതിനെയൊക്കെ അനുഭവിക്കുന്നതിന് മുമ്പ് ചില പറയൂ അങ്ങനെ ഇതെല്ലാം അനുഭവിക്കുന്നതിന് ആ ഗാഠസുഷുപ്തി എന്ന് വെച്ചാൽ ഗാഠസുഷുപ്തി എന്ന് പറയുന്നതുകൊണ്ട് ഇതാ ഉദ്ദേശിക്കുന്നു ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അതിന് ഗാഠസുഷുപ്തി എന്ന് പറയുന്നത്. ഈ അനുഭവങ്ങളില്ലെങ്കിൽ പിന്നെ ആ ഏകത്വം, അവിടെ ഏകത്വം എന്നെങ്ങനെ പറയാൻ പറ്റും? അവിടെ ഒന്നും അറിഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ ഒരു അജ്ഞാനം കൂടി ഇരുന്നില്ലേ എന്ന് പറയും. ഇവിടെ പറയുന്നു ദോഷമില്ല, അവിടെ അജ്ഞാനം ഇരുന്നെന്നല്ല പറയുന്നത്. എന്താണ്? സർവവും ചെയ്തു, ഈ കാണുന്ന സർവവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അജ്ഞാനം ഇരിക്കുന്നതിന് എന്താ ദോഷം? ഈ സമ്പൂർണ്ണ ജഗത്തും അവിടെയായിരുന്നു. അതുകൊണ്ടാണ് അതിന് അവ്യാകൃതം എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം എവിടുന്നാ വന്നത്? ഇതെല്ലാം എവിടുന്നാ വരുന്നത്? അപ്പൊ അതവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതെല്ലാം വന്നത്. പക്ഷെ അവിടെ ഇതെല്ലാം എങ്ങനെയായിരുന്നു? അദ്വൈതമായി ഏകമായി ഇരുന്നു. അദ്വൈതവും ഏകവുമായിരുന്നിടത്ത് നിന്ന് ഇതെല്ലാം വന്നു. പറയുന്നതിന് ദോഷമുണ്ട്. ആ സൃഷ്ടിക്ക് മുമ്പ് ആ പരമാത്മരൂപത്തിൽ വന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം പരമാത്മാവാണെന്ന് പറയുന്നതിന്റെ ധൈര്യം വരുന്നത്. എന്തുകൊണ്ട്? ഇതെല്ലാം പരമാത്മാവായി തന്നെയായിരുന്നത്. പൂർണ്ണനാഭിയുടെയും മറ്റും ദൃഷ്ടാന്തം പറയുന്നു. തന്നിലെല്ലാം സംശീകരിച്ചിരുന്നു, താനായി തന്നെ ഇരുന്നു. പിന്നെ താൻ തന്നെ എല്ലാം വലിച്ചു പുറത്തിടുന്നു. അതുകൊണ്ട് ഈ നാനാത്വം അത് ആ പരമാത്മാവ് തന്നെയാണ്. ഇതെങ്ങനെയാണോ ഇവിടെ സംഭവിക്കുന്നത്, സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്ക് ശേഷം, അതുപോലെ ഈ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് ബോധം ഉണ്ടായതിനു ശേഷം, ഈ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് മനസ്സിലാകുന്നില്ല. ഞാൻ നീ എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ ബോധം ഉണ്ടായതിനു ശേഷം മനസ്സിലാക്കുന്നു ബ്രഹ്മൈവാസി സർവം. ഇന്നുവരെ എന്താണോ എനിക്ക് നാമരൂപാത്മകമായി അനുഭവപ്പെട്ടിരുന്നത് എല്ലാം ആ ഏകമായ സത്ത് തന്നെയാണ്. സർവം ചൈതം. കിന്തു അപ്രതിബോധാത് അബ്രഹ്മാസ്മി അശ്രവം ചെയ്തി ആത്മനി അധ്യാരോപാത് കർത്താഹം ക്രിയാവാൻ ഫലാനാം ച ഭോക്ത സുഖി ദുഃഖി സംസാരീതി ച അധ്യാരോപേതി. പക്ഷെ ഈ ബോധമില്ലാത്തതുകൊണ്ട്, ശ്രുതിയിൽ നിന്ന് ഈ ബോധം ഉണ്ടാകാത്തതുകൊണ്ട്, ശ്രുതി ബോധിപ്പിക്കുന്ന ഏകാത്മഭാവത്തെ സർവവും ആ പരമാത്മാവ് താനുൾപ്പെടെ, അതാണ് പറഞ്ഞത് ഇതം ശരീരത്ത താനുൾപ്പെടെ എന്ന് അകമുഖമായി ഗ്രഹിക്കാതിരിക്കുമ്പോൾ, അന്തർമുഖമായി ഗ്രഹിക്കാതിരിക്കുമ്പോൾ, അന്തർമുഖമായി ഗ്രഹിച്ചില്ലെങ്കിൽ പുറമേ ഒരു ബ്രഹ്മം, താൻ അതിനെ അന്വേഷിച്ചു പോകുന്നു, അതിനെ പ്രാപിക്കാൻ വേണ്ടി സാധന ചെയ്യുന്നു, പിന്നെ അതിനെ പ്രാപിക്കുന്നു, അവിടെ പലരും തന്നെ സഹായിക്കുന്നു, ഗുരു സഹായിക്കുന്നു, ശാസ്ത്രം സഹായിക്കുന്നു, ഇങ്ങനെ പോകും അനന്തകൽപ്പനകൾ.
അന്തർമുഖമായാലോ അത് തന്നെയാണ്, അത് വെളിച്ചം. വെളിച്ചത്തിന്റെ പുറകെ പോയി വെളിച്ചം കണ്ടെത്തണം. ഒരാൾ ഇരുളിൽപ്പെട്ടുപോയി, കൊടുമ്മനത്തിൽ വളരെ ദൂരെ നിന്നൊരു പ്രകാശകിരണം കണ്ട്, ആ പ്രകാശകിരണത്തിന്റെ പുറകെ പോയി തന്നെയാണ് അയാൾ ആ വെളിച്ചമുള്ള സ്ഥലത്തെത്തിച്ചേരുന്നത്. ആ കൂരിൽ നിന്നുകൊണ്ട് അയാൾ ഇരുട്ടിന്റെ പുറകെ സഞ്ചരിച്ചാൽ എവിടെയെങ്കിലും വെളിച്ചം കാണും? സാധ്യമല്ലല്ലോ. അതുകൊണ്ടിവിടെ പറയുന്നു, അങ്ങനെ ഈ ശരീരസ്ഥമായിരിക്കുന്നത്, ആന്തരികമായിരിക്കുന്ന അത് തന്നെയാണ് സർവാത്മകമായിരിക്കുന്നത്. ഈ ബോധത്തിൽ തന്നെ പോകണം. അദ്വൈത ബോധം തന്നെയാണ് അദ്വൈത സാധന എന്ന് പറയുന്നത്. ദ്വൈത ബോധത്തിൽ അദ്വൈത സാധന സാധ്യമാക്കില്ല. ശ്രവണ മനനങ്ങളിലൊക്കെ ഒരുവന്റെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ആ ബോധത്തെ തന്നെ, മറിച്ചല്ല. അത് ഒരു വ്യവസ്ഥയ്ക്കും വിരോധമല്ല, മറിച്ച് എല്ലാ വ്യവഹാരങ്ങളെയും സാധൂകരിക്കുന്നതാണ്. അതും പറഞ്ഞു കഴിഞ്ഞു. അതിൽ അക്ഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. അത് ഗുരു, ശാസ്ത്രം, സാധനം ഒന്നിനും നിഷേധിക്കുന്നതല്ല, മറിച്ച് ഇതിനെല്ലാം മഹത്വപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട്? അദ്വൈത ബോധത്തിൽ ഗുരുവും ശാസ്ത്രവും സാധനയും എല്ലാം ആ പരബ്രഹ്മം തന്നെ. പിന്നെ ഏതിനെങ്കിലും കൂടെ അധിക്ഷേപിക്കുന്നുണ്ടോ, നിഷേധിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ പരമാത്മഭാവന ഇതിനെല്ലാം കാണുന്നതിൽ എന്താ ദോഷം? ആ പരമാത്മഭാവനയിൽ ഒരുവൻ മുന്നോട്ട് പോയി അവന്റെ സംശയാദികളെ ദൂരീകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. അതിന് നിഷേധം, നിന്ദ ഒന്നും തന്നെയില്ല. ഹിന്ദു അപ്രതിബോധ, ഇങ്ങനെ ഒരു ബോധം വരുന്നതിന് മുമ്പ് അയാൾ ആ അദ്വൈത സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അയാളെന്താ അറിഞ്ഞിരിക്കുന്ന? ബ്രഹ്മ അസ്മി, ഞാൻ ആ പരമാർത്ഥ വസ്തുവല്ല. അവിടെ അഹമുഖതയില്ല. അസർവംച്ച, എനിക്ക് ആ സർവാത്മഭാവമില്ല, ഞാൻ വേറെയാണ്, നീ വേറെയാണ്. ഇത് ആത്മന്യ അധ്യാരോപ, അങ്ങനെ തന്നിൽ ആരോപിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? കർത്താഹം ക്രിയാവാൻ. ഒരിക്കലും ഒരാൾക്ക് ഈ അദ്വൈത ഭാവന കൂടാതെ അദ്വൈത സാധന സാധ്യമല്ല. അദ്വൈതത്തെ ശ്രവിക്കുക എന്നാൽ അത് ഉൾക്കൊള്ളാതിരിക്കുക എന്ന് പറയുന്നതാണ്. ആ അദ്വൈത ഭാവന ഉള്ളിൽ വരാതിരിക്കുക, അതാണ്. ഭാവന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കൃത്രിമമാണ്. പക്ഷെ അത് കൂടിയേ തീരും. ദ്വൈത ഭാവനയിൽ അദ്വൈത സാധന സാധ്യമല്ല. കാരണം ദ്വൈത ഭാവന ഇരുളും അദ്വൈത ഭാവന വെളിച്ചവുമാണ്. വെളിച്ചത്തെ ആശ്രയിച്ചേ പോകാൻ പറ്റും. മറിച്ചാണെങ്കിൽ എന്ത് പറ്റും? വീണ്ടും ഈ ദ്വൈത ഭാവനയെ തന്നെ കൽപ്പിക്കും. അന്തർമുഖത ഇല്ലാതെ വരും. കർത്താഹം ക്രിയാവാൻ ഫലാനാഞ്ച ഭോക്ത. ഞാനിതാ പ്രവൃത്തി, ഭേദബുദ്ധി ഒന്നല്ലോ. ഭേദബുദ്ധിക്ക് ഒരിടത്ത് ഇടം കൊടുക്കാൻ പറ്റില്ല. ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ ഫലങ്ങളെ അനുഭവിക്കുന്നവനാണ്. സുഖി ദുഃഖി, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. സംസാരി ഇത് അധ്യാരോപയതി എന്ന് അധ്യാരോപം ചെയ്യുന്നു. ആന്തരികമായിട്ടുള്ള രാഗദ്വേഷാദി ദോഷങ്ങൾ, അഹന്ത മമത തുടങ്ങിയ ദോഷങ്ങൾ, ഈ ദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും. ഈ സാധനങ്ങൾ കൊണ്ട് കുറേയൊക്കെ മാറും. സാധനയുടെ ബലമനുസരിച്ച് ആ മനഃശുദ്ധിക്ക് ബലമുണ്ടാകും. അതുപോലെ ഈ ആത്മശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ് ആത്മഭാവന എന്ന് പറയുന്നത്. ആത്മഭാവന ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? ആത്മീയവേദം സർവം ബ്രഹ്മവേദം സർവം. അന്തർമുഖമായി ആത്മബോധത്തോടുകൂടിയുള്ള
ശ്രവണാദി സാധനകൾ. അവിടെ എന്ത് ചെയ്യുന്നു? അധ്യാരൂപത്തെ നിഷേധിക്കുന്നു. മറ്റു സാധനങ്ങൾക്ക് വരുന്നൊരു ദോഷമുണ്ട്, അടിസ്ഥാനപരമായൊരു ദോഷം, അദ്വൈതിയുടെ ദൃഷ്ടിയിലുള്ള ദോഷം. താനൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ കർത്താവും ഭോക്താവും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ജപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, അവിടെയെല്ലാം തന്റെ അജ്ഞാനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നത്. ഇരുളിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുക. അത് നിഷ്പ്രയോജനമാണ് എന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് സാധാരണ ഇത്തരം സാധനങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന പലരിലും രാഗദ്വേഷാദികൾ കൂടുതലായിരിക്കും. അങ്ങനെ കാണാറുണ്ട്. കാരണം ആത്യന്തികമായി അടിസ്ഥാനപരമായി അന്തർമുഖതയില്ലാത്തതുകൊണ്ട് താൻ കർത്താവ് ഭോക്താവാണെന്നുള്ള അതിനെ ദൃഢപ്പെടുത്തി ഭേദബുദ്ധിയെ നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ സാധനങ്ങളും ചെയ്യുന്നത്. അത് ഭേദബുദ്ധി ഉണ്ടെങ്കിൽ അവിടെ രാഗദ്വേഷം ഉണ്ടാകും. ഞാൻ നീ എന്നുള്ള ഭേദം മനസ്സിലുള്ളിടത്തോളം കാലം ഒന്നുകിൽ രാഗം അല്ലെങ്കിൽ ദ്വേഷം മനസ്സിലുണ്ടാകും. എന്തൊക്കെ സാധന ചെയ്താലും ശരി, അവസാനം അവിടെ പരമാവധി സാധിക്കാമെന്നുള്ള എന്താണോ? കുറച്ച് സമയം ഈ പ്രപഞ്ചത്തേക്ക് മറന്നിരിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. സാധനയുടെ ഫലം എന്ന് പറയും ശരിയാണ്. പക്ഷെ വീണ്ടും പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ അവനിൽ ഭേദസംസ്കാരം ദൃഢമായതുകൊണ്ട് വീണ്ടും രാഗദ്വേഷാദികൾക്ക് വശപ്പെട്ടു പോകും. അതുകൊണ്ട് അദ്വൈത ഭാവനയിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും അനുഷ്ഠിക്കേണ്ടത്. അദ്വൈതിയെ സംബന്ധിച്ച് അദ്വൈതി പറയുന്ന മോക്ഷം കരഗതമാകണമെങ്കിൽ അദ്വൈത ഭാവനയിൽ തന്നെ പോകണം. അതിലൂടെ പറയുന്ന അന്തർമുഖമായി തന്റെ വാസ്തവ സ്വരൂപത്തെ പരമാർത്ഥത്തെ ഗ്രഹിച്ച് അത് തന്നെയാണ് സർവമെന്ന് അറിഞ്ഞ് ഇത് ഒരു സാധനയ്ക്ക് വേണ്ടി ജ്ഞാനി ഉപദേശിക്കണം. ജ്ഞാനി ഇതൊന്നും ഗുരുവിനെ ഉപദേശിക്കാൻ വേണ്ടിയല്ലല്ലോ ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. സാധകനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭാവന വന്നില്ലെങ്കിൽ മറിച്ച് കർത്താഹം ക്രിയാനാം ഫലാനാഞ്ച ഭോക്ത സുഖി ദുഃഖി സംസാരി അധ്യാരോപം, ഇതെല്ലാം അധ്യാരോപം ചെയ്യും. എല്ലാം തന്നെ കൽപ്പിക്കുന്നു. ഇതെല്ലാം കൽപ്പിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി വേണ്ട ആ ബോധമില്ലാതെ തന്നെ ദേഹാത്മബുദ്ധിയോടുകൂടി മറ്റു സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുന്നു? പ്രയോജനം ഉണ്ടാവും. ഏത് സാധനം അനുഷ്ഠിച്ചാലും അതിൻ്റെതായ ഫലം ഉണ്ടാവും. ചിലപ്പോൾ വിശേഷിച്ച് ചില സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടാകും. രാവണന് പോലും ഉണ്ടായില്ലേ അത്ഭുതകരമായ സിദ്ധികൾ. പക്ഷേ രാഗദ്വേഷാദികൾ വരും എന്നർത്ഥം. ശരി, ശാസ്ത്രബോധത്തോടുകൂടി മുമ്പോട്ട് പോകുന്നവന് രാഗദ്വേഷാദികൾ വരത്തില്ലേ എന്ന് ചോദിക്കും. വരത്തില്ല, ഒരു സംശയവുമില്ല. അതെന്താ വരാത്തത്? അവൻ ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. ശാസ്ത്ര പഠനം കേവലമായ ശാസ്ത്ര പഠനമല്ല, അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഭേദബുദ്ധി നശിക്കുന്നു. പിന്നെ രാഗദ്വേഷാദികൾ എങ്ങനെ വരും? എന്തിനെ സംബന്ധിച്ച് വരും? രാഗദ്വേഷാദികൾക്ക് അടിസ്ഥാന കാരണം ഭേദബുദ്ധിയാണ്. ആ ഭേദബുദ്ധി അംഗീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വരും. രാഗദ്വേഷാദികളെ ഇല്ലാതാക്കുന്നത് ഭേദബുദ്ധിയുടെ നിരാസമാണ്. പിന്നെ എങ്ങനെയാണുണ്ടാവും? അവിടെ അതിന് യാതൊരു പ്രസക്തിയില്ല. മറിച്ച് എന്താണ്? അധ്യാരോപമാണ്. തന്നിൽ വെറുതെ ഇങ്ങനെ കൽപ്പിക്കുന്നതാണ്. ഭേദബുദ്ധിയെ കൽപ്പിക്കുന്നു, ഉടനെ രാഗദ്വേഷാദികൾ വരുന്നു. അതുകൊണ്ട് എന്ത് വേണം? ആ പരമാർത്ഥത്തെ ബോധിച്ച് തന്നെ മുമ്പോട്ട് പോകണം എന്നർത്ഥം. ശാസ്ത്ര പഠനം കൊണ്ട് എന്താ അത് ബോധിക്കാത്തതെന്ന് ചോദിക്കും. ശാസ്ത്ര പഠനം കൊണ്ട് ബോധിക്കത്തില്ല. ഇത് ശാസ്ത്ര ശ്രവണം കൊണ്ടേ ബോധിക്കത്തുള്ളൂ. പഠനവും ശ്രവണവും തമ്മിൽ എന്താ വ്യത്യാസം? പഠനമെന്ന് പറയുമ്പോൾ
വേദം മുഴുവൻ ചൊല്ലുന്നുണ്ടല്ലോ, ചതുർവേദി അഗ്നിമീലെ പുരോഹിതം എന്ന് പറഞ്ഞ് മുഴുവൻ ചൊല്ലും. അത് ശാസ്ത്ര പഠനമാണ്. ഗുരു ചൊല്ലുന്നത് ഏറ്റു ചൊല്ലുന്നു. തത്തമ്മ പൂച്ച പൂച്ച. ശാസ്ത്രശ്രവണം അതല്ല, അത് ഉള്ളിപ്പതിയെ. അത് സ്വാംശീകരിക്കുമ്പോഴേ അതിന് ശ്രവണമെന്ന് പറയാൻ പറ്റും. മറ്റത് കേവലം പഠനമായി പോകും. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അവിടെ ഗ്രഹിക്കുന്ന എന്തിനെ? ശബ്ദരാശിയെ, ശബ്ദസമൂഹത്തെ ഗ്രഹിക്കുന്നു. അത് വേദത്തെക്കുറിച്ച് പറയുന്നത് അത് നിത്യമെന്നാണ്. അതിങ്ങനെ നിത്യമായിരിക്കും ആ ശബ്ദം. എന്നും തന്റെ ഉള്ളിലിരിക്കും. മരിക്കുന്നതുവരെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ശബ്ദരാശിയെ ഗ്രഹിക്കുന്നത് പഠനം. അതിന്റെ താല്പര്യത്തെ സ്വാംശീകരിക്കുന്നത് ശ്രവണം. അത് രണ്ടും തമ്മിൽ വ്യത്യാസം. അവിടെ ശബ്ദത്തിനല്ല പ്രാധാന്യം, അതിന്റെ താല്പര്യത്തിനാണ്. അങ്ങനെ ആ താല്പര്യത്തെ ഗ്രഹിച്ചാലോ, അടുത്ത് പറയുന്നു പരമാർത്ഥതസ്തു ബ്രഹ്മൈവ. പരമാർത്ഥം ബ്രഹ്മം തന്നെ. ശരി, ഇത് കുറെ കാലം കൊണ്ട് പറയുന്നതാണ്. പരമാർത്ഥം ബ്രഹ്മമാണ്. പക്ഷെ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയില്ല, കുറച്ചുകൂടെ പറയാനുണ്ട്. എന്താണ്? തദ്വിലക്ഷണം സർവം ച. ഇതുകൂടെ മനസ്സിലാക്കണം. തദ്വിലക്ഷണമായി എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതിനങ്ങനെ ഗ്രഹിക്കാൻ പാടില്ല. എന്താണ്? നാമരൂപാത്മകമായി ഞാനെന്നും നീയെന്നും പറഞ്ഞ്, ഗുരുവെന്നും ശിഷ്യനെന്നും പറഞ്ഞ്, ശാസ്ത്രം, ഉപദേശം, സാധന, സിദ്ധി, ഇങ്ങനെ ഒരു സാധകന് തദ്വിലക്ഷണമായി എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ, അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടല്ലോ, അതിനല്ലേ നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നു. ഈ ഭേദത്തെ അനുഭവപ്പെടുത്തുന്ന സർവം ച ബ്രഹ്മൈവ. അത് സർവവും ബ്രഹ്മം തന്നെയാണ്. ഇതാണ് ശ്രവണം കൊണ്ട് ഒരുവനുണ്ടാകുന്ന ബോധം. ഇത് പഠനം കൊണ്ട് കിട്ടത്തില്ല. അത് പറ്റത്തില്ല എന്നാണ്. കുത്തിയിരുന്ന നൂറുകണക്കിന് പുസ്തകങ്ങൾ വായിച്ചു തീർത്താലും കിട്ടത്തില്ല. അവിടെ ഈ ശബ്ദത്തെ ഗ്രഹിക്കത്തുള്ളൂ, താല്പര്യം ഗ്രഹിക്കാൻ പറ്റത്തില്ല. താല്പര്യം ശ്രവണത്തിലേ കിട്ടത്തുള്ളൂ. അത് ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന കാര്യമാണ്. അതെങ്ങനെ കേവലം ശബ്ദത്തിലിരിക്കും? അതുകൊണ്ടല്ലേ പറയുന്നത് അത് ലക്ഷ്യമാണ്, വാച്യമല്ല. ആ താല്പര്യം അതിതാണ്. പരമാർത്ഥതസ്തു ബ്രഹ്മൈവ തദ്വിലക്ഷണം സർവം ച. അങ്ങനെ ബ്രഹ്മം എന്ന് പറഞ്ഞ ഒന്നിനും മാറ്റിവെക്കുകയല്ല. ബ്രഹ്മവും ബ്രഹ്മവിലക്ഷണവും എന്നിങ്ങനെ പറയാൻ പറ്റും. ബ്രഹ്മലക്ഷണം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദം. തദ്വിലക്ഷണം എന്ന് വെച്ചാൽ അതിന് വിരുദ്ധമായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ജഡം, അനർത്ഥം, അസത്യം, മായ. ഇതൊക്കെയാണ് തദ്വിലക്ഷണം, വിരുദ്ധ ലക്ഷണം. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നാണെന്നാണ് പറയുന്നത്. തദ്വിലക്ഷണം സർവം ച ബ്രഹ്മൈവ. അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. തത് ഇക്കാര്യം പറയുന്നു. ഇത് പരമാർത്ഥം തന്നെയാണ്. പക്ഷെ ഇത് ബോധിക്കുന്നതിനും ബോധിപ്പിക്കുന്നതിനും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് ഒരു സദ്ഗുരു വിചാരിച്ചാലും ശരി, ബോധിപ്പിക്കാൻ പ്രയാസമാണ്. അതാണ് സദ്ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞിട്ടും ഈ ശിഷ്യന്മാരെല്ലാം രാഗദ്വേഷങ്ങളും മതമാത്സര്യങ്ങളുമായിട്ട് ഇങ്ങനെ കഴിയുന്നു. എന്താണ്? കഥഞ്ചിത് ആചാര്യേണ, വളരെ പണിപ്പെട്ട് ആചാര്യം ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ശിഷ്യവർഗം അത് ബോധിക്കത്തില്ല. ബോധിച്ചാൽ അതിന്റെ ലക്ഷണം കാണും. എന്താണ്? രാഗദ്വേഷാദികളെല്ലാം അവിടെ മാറിയിരിക്കുന്നു, ഹൃദയശുദ്ധി അവിടെ ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ ലക്ഷണം. അത് ആണ് പറയുന്നത് കഥഞ്ചിത്ത് എന്ന് വെച്ചാൽ ആചാര്യനെ സംബന്ധിച്ച്, ഗുരുവിനെ സംബന്ധിച്ച് ഇതൊരു വലിയ പണിയാണ്. ഇവനെ അലക്കിയെടുക്കുക എന്ന് പറയുന്നത്. എന്ത് സർഫിട്ടാലും ഇവൻ വെളുക്കത്തില്ല. വലിയൊരു ജോലിയാണ്. അതാണ് പണിപ്പെട്ട്. കഥഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ അതാണ് വളരെ പ്രയാസപ്പെട്ട് എന്നർത്ഥം. ഊർധബാഹുർ വിരൗമ്യേഷ, വ്യാസം പറയുന്നത്
രണ്ടു കൈയും ഉയർത്തിപ്പിടിച്ച് എണീറ്റ് നിന്ന് ഞാൻ നിലവിളിക്കുകയാണ്. എന്നാൽ ഈ ശിഷ്യന്മാർക്കൊന്നും ഒരു വിവരവും ഉണ്ടാകുന്നില്ല. കഥഞ്ചിത് ആചാര്യണ, എന്തിനാ ആചാര്യൻ ഇത്ര കഷ്ടപ്പെടുന്നത്? ആചാര്യന് ഗുരുവിന് എന്തെങ്കിലും സ്വാർത്ഥത ഉണ്ടായിട്ടാണോ? അല്ല, ദയാലന അഹേതുക ദയാസിന്ധു എന്ന് പറയുന്നു. യാതൊരു ഹേതുവില്ല. ആ ദയക്ക് പ്രത്യേകിച്ച് ഹേതുവൊന്നുമില്ല. ആ ദയ ചുറ്റും കൂടിയിരിക്കുന്നവർ ചൂഷണം ചെയ്യുകയാണ്. അത്രയേ ഉള്ളൂ. അവിടെ അഹേതുകമായ ദയയാണ്. അതിന് പ്രത്യേകിച്ചൊരു ഹേതു പറയാൻ ഇന്നതുകൊണ്ടെന്നുള്ളത്. അത് നൈസർഗികമാണ്, സ്വാഭാവികമാണ്, അത് സഹജമാണ് ഗുരുക്കന്മാരുടെ ദയ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഗുണഭോക്താക്കളാകാൻ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതിന്റെ സാമീപ്യം കിട്ടിയാലും അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രതിബോധിത എന്ത് ചെയ്യുന്നു? ബോധിപ്പിക്കുന്നു, ഈ തത്വത്തെ ബോധിപ്പിക്കുന്നു, പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അവരിൽ ഈശ്വരബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവന് താല്പര്യം വേറുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ഈ പ്രാപഞ്ചികമായ വ്യവഹാരങ്ങളിലൊക്കെയാണ് താല്പര്യം. വാസന അതുകൊണ്ടാണ്. അതിൽ താല്പര്യം വരത്തില്ല. ഗുരു ബോധിപ്പിക്കുന്നതിലൊട്ട് താല്പര്യം വരത്തില്ല. അതിനത്രയും ഗുരുവിന് പണി കൂടും, ശ്രമം കൂടും. അതാണ് പ്രതിബോധിതം. എന്താണ്? നാസി സംസാരി, നീ സംസാരിയല്ല, നിന്നിൽ ഈ ഭേദങ്ങളൊന്നുമില്ല. അതാണ് ബോധിപ്പിക്കുന്നത്. സംസാരി എന്ന് പറയുമ്പോൾ നീ ബന്ധനം അനുഭവിക്കുന്നവനല്ലെന്നാ പറയുന്നത്. എന്നുവെച്ചാൽ നീ മുക്തനാണ് എന്നാ പറയുന്നത് ഗുരു. സംസാരി അല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ രണ്ടു കൂട്ടരേ ഉള്ളൂ. ഒന്ന് ബദ്ധര്, മറ്റൊന്ന് മുക്തര്. ബദ്ധരെ പറയും സംസാരികളാണ്. അത് നേരെ വിപരീതമാണ്. അപ്പൊ ഗുരു അതാ ബോധിപ്പിക്കുന്നത്. ഗുരു ബോധിപ്പിക്കുന്നത് നിത്യമുക്തിയെ കുറിച്ചെന്നാണ്. ശിഷ്യനിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകണമെന്നാണ് സദ്ഗുരു ആഗ്രഹിക്കുന്നത്. ഇതി ആത്മാനമേവ അവേ. അങ്ങനെ ഗുരു വളരെ പണിപ്പെട്ട് ഇത് ബോധിപ്പിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? സ്വാഭാവികം പാരമാർത്ഥികമായിട്ടുള്ള തന്റെ സ്വരൂപത്തെ അവൻ ഗ്രഹിക്കുന്നു. ഗ്രഹിക്കാതിരിക്കുന്നില്ല, ഗ്രഹിക്കും. ഗുരുവിന്റെ പ്രവൃത്തി നിഷ്ഫലമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മാനമേവ അവയെ തന്നെ അസംസാരിയായിട്ട് ഗ്രഹിച്ചു. അത് അറിവ്. ഈ അറിവിനെ നിലനിർത്താൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശങ്ങളല്ല. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദബുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് അവനെ ഇരുളിന്റെ മാർഗത്തിലൂടെ നടത്താൻ വേണ്ടിയിട്ടല്ല. ഇത് ആഗ്രഹിക്കുന്നത് വെളിച്ചത്തിലൂടെ നടക്കണമെന്ന് തന്നെയാണ്, ഇരുളിലൂടെ നടക്കാനല്ല. പക്ഷെ താൻ ഇരുളിലൂടെ നടക്കുമെന്ന് വാശി പിടിച്ചാൽ തപ്പിയും തടഞ്ഞുമെല്ലാം മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അവിദ്യ അധ്യാരോപിത വിശേഷവർജിതം ഏവ ശബ്ദാർത്ഥം. അതാണ് ഇവിടെ ഗുരു പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അവിടെ എന്തിന്? ആത്മാനം ഏവ അവേദ് മന്ത്രത്തിൽ അവിടെ അവിദ്യ അധ്യാരോപിത വിശേഷവർജിതം. അവിദ്യ കൊണ്ട് എന്തൊക്കെ കൽപ്പനകൾ ആ ശിഷ്യന്റെ ഉള്ളിൽ വരാമോ, ഭേദത്തെ സാധൂകരിക്കുന്ന കൽപ്പനകൾ, അതിനെല്ലാം വർജിതം, അതിനെല്ലാം നിഷേധിച്ചിട്ട് തന്നെ ഗുരുവിന് ആ പരമാർത്ഥത്തെ ബോധിച്ച, ഇവിടെ പറഞ്ഞല്ലോ ആചാര്യന ദയാലുന, ആ ഗുരുവിന് ഒരിക്കലും ആ ഭേദത്തെ സാധൂകരിക്കാൻ പറ്റത്തില്ല, ഭേദബുദ്ധി അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഭേദബുദ്ധിയെ പൂർണ്ണമായി നിരാകരിച്ചിട്ട് തന്നെ അധ്യാരോപ വിശേഷവർജിതം എന്നുവെച്ചാൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്ധി ഉണ്ടാക്കിയിട്ടില്ല. ദ്വൈതവും അദ്വൈതവും തമ്മിൽ എവിടെയെങ്കിലും കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. ദ്വൈതവും അദ്വൈതത്തെയും കൂടെ സന്ധി ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നിപ്പോകും, എന്താണോ ഇത് കൽപ്പനയാണെന്ന് പറയുമ്പോൾ സാധകത്വം ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് സാധകൻ
സിദ്ധൻ എന്നുള്ള ഭേദമൊക്കെ ഉണ്ടാകും. ഇത്തരം ഒരു ഭേദത്തെ അംഗീകരിക്കാൻ വേണ്ടി അത് ഉപദേശിക്കുന്ന എന്താ? കൽപ്പനയെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അങ്ങനെ ഒന്നില്ലെന്നാണ്. വ്യവഹാരം പാരമാർത്ഥികമല്ല എന്നാണ് അത് ബോധിപ്പിക്കുന്നത്. ആ കൽപ്പനയുണ്ട്, പക്ഷെ അത് പാരമാർത്ഥികമല്ല, അത് സത്യമല്ല. അത് സത്യമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ പിന്തുടരാൻ കഴിയുമോ? അപ്പൊ സത്യത്തെ അല്ലേ പിന്തുടരാൻ കഴിയും? സത്യത്തിൽ എന്താണ്? അധ്യാരോപ വിശേഷവർജിത, അവിദ്യാധ്യാരോപ, ഈ നാനാത്വ ബോധം, അതാണല്ലോ അവിദ്യ. ദേഹാത്മബുദ്ധി തുടങ്ങി അഹന്ത മമത തുടങ്ങി വരുന്ന ഈ നാനാത്വ ബോധത്തെ, അതിനെ നിഷേധിച്ചുകൊണ്ട്, അതാണ് അവിടെ ഏവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ശ്രുതിയിലെ ഒരക്ഷരത്തിന് തന്നെ ഭാഷ്യകാരൻ അനന്തമായ അർത്ഥത്തെ കാണുന്നു. ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഈ കാര്യത്തെ തന്നെ, ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച വാർത്തികത്തിലുണ്ട്. എങ്ങനെയാണ് ഗുരുശിഷ്യൻ, അതുപോലെ പ്രമാണ പ്രമേയം തുടങ്ങിയ വ്യവഹാരങ്ങൾ, ഒരു ജിജ്ഞാസുവിന്റെ വ്യവഹാരങ്ങൾ, ശ്രവണ മനനാദി വ്യവഹാരങ്ങൾ, ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകണം? ഭേദബുദ്ധിയിൽ പോകണോ അഭേദബുദ്ധിയിൽ പോകണോ? എല്ലാം അഭേദമായി കഴിഞ്ഞാൽ വ്യവഹാരം സാധ്യമാകത്തില്ല. അതുകൊണ്ട് ഭേദബുദ്ധി മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. സിദ്ധാന്തി പറയുന്നത് എന്താണ്? ഇതെല്ലാം അഭേദമാണ്. ഇവിടെ പറഞ്ഞല്ലോ, പരമാർത്ഥ വസ്തു ബ്രഹ്മൈവ തദ്വിലക്ഷണ സർവഞ്ച എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. പരമാർത്ഥം ബ്രഹ്മം തന്നെയാണ്, പക്ഷെ അതിന് വിലക്ഷണമായി എന്തൊക്കെയുണ്ടോ അതും ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഭേദബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ടല്ല മുമ്പോട്ട് പോകേണ്ടത്. ഒരാൾ കരുതിക്കൊള്ളുക, താൻ സാധകത്വം ചെയ്തുകൊള്ളുക. ഈ കൽപ്പനയിൽ അതൊക്കെ സാധ്യമാണ്, പക്ഷെ അതെല്ലാം അഭേദബുദ്ധിയിലായിരിക്കണം. ഭേദബുദ്ധിയിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം പ്രമാണപ്രമേയ ശാസ്ത്രത്തെ സംബന്ധിച്ചോ ഗുരുവിനെ സംബന്ധിച്ചോ ഉപദേശത്തെ സംബന്ധിച്ചോ സർവത്ര അഭേദബുദ്ധിയെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മവേദം സർവം എന്നുള്ള ആ ബോധത്തിൽ താൻ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് മുമ്പോട്ട് പോകുക. തനിക്ക് ഏത് സാധനയാണോ യോജിച്ചത് ആ സാധനയും മുമ്പോട്ട് പോവുക. അത് ശ്രവണാദി സാധനങ്ങളിൽ ഒരാൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് മുമ്പ് എവിടെയാണോ അയാൾക്ക് എത്താൻ കഴിയുന്നത്. പക്ഷെ ആത്യന്തികമായി അടിസ്ഥാനപരമായി ഈ ബോധത്തെ തന്നെ സ്വീകരിക്കണം. അങ്ങനെ ബോധിക്കുന്നു എന്നർത്ഥം. ബ്രഹ്മി കോസൗ ആത്മാ സ്വാഭാവികോ യമാത്മാനം വിദിതവത് ബ്രഹ്മ നനു ന സ്മരസി ആത്മാനന്തർശിതോ ഹ്യസൂയ പ്രവിശ്യ പ്രാണിതി അപാനിതി വ്യാനിതി ഉദാനിതി സമാനിതി ഇതി നനു അസൗ ഗൗ അസൗ അസ്യ ഇത്യവും അസൗ വിദിശ്യതേ ഭവത ആത്മാനം പ്രത്യക്ഷം ദർശയസി ഏവം തർഹി ദൃഷ്ട ശ്രോത മന്ത വിജ്ഞാത സാത്മേതി. ഇവിടെ ഏത് തരത്തിൽ ആ വെളിച്ചത്തെ ആ ശ്രോതാവിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാം, അവൻ ഏത് തരത്തിലുള്ള ഭ്രമത്തിലാണ് പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഇതിനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവന് ബോധിക്കുന്നില്ല. ഇവിടെ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നത്, അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ആത്മാവ്, പരമാത്മാവ്, ബ്രഹ്മം. എന്നാൽ ഈ ബ്രഹ്മത്തെ എനിക്കൊന്ന് പ്രത്യക്ഷമായി കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ, പണ്ടൊരു സ്വാമി പോയി ഒരു ഗുരുവിന്റെ അടുത്ത് ചോദിച്ച് ബ്രഹ്മത്തെ കാണിച്ചു തരാമോ? ഇതാ പിടിച്ച ഉടൻ കാണിച്ചു കൊടുത്തു. അതുപോലെ ഇവിടെ ശിഷ്യൻ ചോദിക്കുകയാണ്, കുറേ സമയമായിട്ട് നിങ്ങൾ വാചകം അടിക്കുന്നുണ്ട്,
മണിക്കൂർ 1 കഴിഞ്ഞു, ഇതുവരെ എന്താ ബ്രഹ്മത്തെ കാണിച്ചു തരാത്തത്? അപ്പോൾ പറയും തന്റെ കയ്യിൽ ബ്രഹ്മമില്ലാത്തതുകൊണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ കാണിച്ചു തരണ്ടേ, കണ്ടില്ലല്ലോ എന്നാണ് സാധാരണ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ആത്മാനം പ്രത്യക്ഷം ദർശയതി. എന്തുകൊണ്ട് ആത്മാവിനെ പ്രത്യക്ഷമായി കാണിച്ചു തരുന്നില്ല? അത് അപരോക്ഷം എന്ന് പറയുകയും ചെയ്യുന്നു. കണ്ടോ, ഇതിനെ പ്രത്യക്ഷമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്. എങ്ങനെ? ദ്രഷ്ട, ശ്രോത, മന്ദ, വിജ്ഞാത, സാധു. അതോ ഈ കാണുന്നവനും കേൾക്കുന്നവനും മണക്കുന്നവനും രുചിക്കുന്നവനും ഒക്കെ തന്നെയാണ് ആത്മാവ്. അല്ലാതെ ഇനി എവിടെയെങ്കിലും ഉള്ള ഒരു ആത്മാവിനെ കാണിച്ചു തരികയല്ല. ഗുരു എന്താണ് ചെയ്യുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള ബോധത്തെ പകർന്നു കൊടുക്കുകയാണ് ശിഷ്യൻ. ആത്മാവിനെ കുറിച്ച് എങ്ങനെ ബോധം ഉണ്ടാകണം? എങ്ങനെയാ അതുണ്ടാകേണ്ടത്? തന്നെ കുറിച്ച് എങ്ങനെയാ ബോധം ഉണ്ടാകേണ്ടത്? ആ ബോധമാണ് ശ്രുതി ഉദ്ദേശിക്കുന്ന ബോധം. ഏതൊരുവനാണോ ദൃഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാനം എല്ലാം ഇരിക്കുന്നത്, എല്ലാമായിരിക്കുന്നത്, അതാണ് ആത്മാവ്. ഇവിടെ ബോധിപ്പിക്കുന്നത് നിന്റെ സ്വരൂപത്തെ തന്നെയാണ്. നിന്റെ സ്വരൂപത്തെ നിനക്കെങ്ങനെയാ പ്രത്യക്ഷമാക്കി തരുന്നത്? നിന്നിൽ അന്യമായ ഒന്നിനെ നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രത്യക്ഷമാക്കി തരാൻ പറ്റും മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിന്. പക്ഷെ ഇവിടെ ബോധിപ്പിക്കുന്നത് അങ്ങനെയല്ല. സ്വസ്വരൂപത്തെ തന്നെയാണ്. ഏതൊന്നാണോ ദൃഷ്ടാവായും ശ്രോതാവായും മന്ദാവായും എന്നായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ ഈ തരത്തിലേ ബോധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗുരുവിന്റെ വിവക്ഷ എന്താണോ അത് ശിഷ്യൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെട്ടു. ആ വിവക്ഷയെ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, പ്രത്യക്ഷമാക്കി തരാത്തത്, പ്രത്യക്ഷമാക്കി തരാത്തത്. ആ ഉപദേശത്തിൽ നിന്നും അവന്റെ ഉള്ളിലുണ്ടാകുന്ന അറിവ് തന്നെയാണ് പ്രത്യക്ഷം. അതിനപ്പുറം ഒരു പ്രത്യക്ഷമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം ഒരു ദിവസം ഗുരു പ്രത്യക്ഷമായി ചെവിക്കകത്ത് ഊതി കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളിൽ ബ്രഹ്മം ഇങ്ങനെ പ്രകാശിക്കും ഭയങ്കരമായിട്ട്. വലിയ പ്രകാശത്തിൽ പ്രകാശിക്കും. അങ്ങനെയല്ല ഇപ്പൊ പ്രകാശിക്കുന്നതിന് കൂടുതലായിട്ടൊന്നും പ്രകാശിക്കത്തില്ല. കാരണം അതിനൊരു പ്രകാശമേ ഉള്ളൂ. ഒരാളുടെ മുമ്പിൽ പോയി ഒരു രീതി പ്രകാശിക്കുക, വേറൊരാളുടെ മുമ്പിൽ ചെന്ന് വേറെ രീതി പ്രകാശിക്കുക, അങ്ങനെ പല പ്രകാശങ്ങളല്ല. ഏകരസം, ഏകസ്വഭാവം, അപരോക്ഷം, അത് ആണ് ഗുരു ആവർത്തിക്കുന്നത്. ആ ആവർത്തിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നു എന്നൊരാൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് ആത്മബോധം. അവിടെ പിന്നെ ഗുരുവിന്റെ പുറകെ എന്നിട്ട് അതൊന്ന് പ്രത്യക്ഷമാക്കി കാണിച്ചതാ എന്ന് ചോദിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമായും പറയും, എന്താണോ ഇതുവരെ ബോധിക്കും, അതാണ് ദഷ്ട, ശ്രോത, മന്ദ, വിജ്ഞാത, അതിനാണ് ആത്മാവെന്ന് ബോധിപ്പിച്ചത്. അന്നേരക്ക് ബോധിച്ചെങ്കിൽ ഇനി ഇതിൽ കൂടുതലൊന്നും ബോധിക്കാനില്ല. ബോധിച്ചിട്ടില്ലെങ്കിൽ ഇതിനെ തന്നെ ബോധിക്കാൻ ശ്രമിക്കുക. പുതുതായൊന്നും ബോധിക്കാൻ ശ്രമിക്കണ്ട. ഇതുവരെ ബോധിക്കാൻ ശ്രമിച്ചിട്ടും എന്തിനാണോ ബോധിക്കാൻ കഴിയാത്തത് അതിനെ ബോധിക്കുക. ഇനി പുതിയൊരാത്മാവ് ഇല്ല, അങ്ങനെ ഒന്ന് അനവസ്ഥാദോഷം വരും. അത് തന്നെയാണ് അതിന്റെ അപരോക്ഷത, പ്രത്യക്ഷം എന്ന് പറയുന്നത്. ശാന്തി ശാന്തി ശാന്തി.